ചാല ജംഗ്ഷനിൽ പുതുതായി സ്ഥാപിച്ച ഈ സാധനം കാണാനിടയാവുന്നത് ചാല വൈബ്സ് അറ്റ് ചാല ജംഗ്ഷൻ. അതായത് ചാല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തലശ്ശേരി, ചാല ബൈപ്പാസിൽ ലെഫ്റ്റ് പോയ തലശ്ശേരി. ഇത് കൂത്തുപറമ്പ് റോഡ്, പെരളശ്ശേരി കൂത്തുപറമ്പ് പോകുന്നത്. വൈകുന്നേരം തിരക്കേറിയ സമയമാണ്. അപ്പോൾ ഇവിടെ മനോഹരമായൊരു സംഭവം സ്ഥാപിച്ചുണ്ട്. കണ്ണൂരിൽ എത്ര പേര് കണ്ണൂരിൽ പോലും അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, കേരളത്തിലും അതെ. ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ട്രാൻസ്ഫോർമേഷൻ ഓഫ് പബ്ലിക് പ്ലേസസ്, എ പ്രോജക്റ്റ് ഇനീഷ്യേറ്റീവ് ബൈ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ. ഇരിക്കാനുള്ള ബെഞ്ച് സൗകര്യവും, പൂച്ചെടി ചട്ടികൾ, നല്ല ലൈറ്റ്സ്, പിന്നെ കുറച്ച് ശില്പം പോലുള്ള സംഗതികൾ. ഇതൊക്കെ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരുന്നു, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. യൂറോപ്പിലും പാരീസിലും കാണുന്ന പോലത്തെ വാക്ക് വേ പോലെ ഫ്യൂച്ചറിൽ ഈ പബ്ലിക് പ്ലേസ് ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ് ചിലപ്പം തകൃതിയായിട്ട് നടക്കുമായിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ് യൂട്യൂബിൽ ഇടാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താ? ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വന്നാൽ നല്ലതല്ലേ? നല്ല കാര്യമാണ് അല്ലേ? വരണം. 10 വർഷം മുന്നേ വരേണ്ടതാണ് ഈ വികസനം. സൗന്ദര്യവൽക്കരണം എന്ന് പറയണം. അതെ. ഞാൻ കണ്ണൂരാ, പക്ഷെ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഇവിടെ പരിപാടിക്ക് വന്നതാ. അവിടെ ഉത്സവമില്ലേ പനോന്നേരി. അപ്പോൾ കണ്ണൂരുകാരനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടേക്കാം. പിണറായി വിജയനാണ് ഇതിൻ്റെ ഇതല്ലേ മുഖ്യമന്ത്രിയാ? ധർമ്മടം മണ്ഡലം, പെരളശ്ശേരി എല്ലാം ഉൾപ്പെടുന്ന കൂത്തുപറമ്പ്. ധർമ്മടം തലശ്ശേരി കണ്ണൂർ കോർപ്പറേഷൻ. ഇത് പിന്നെ കർണപ്പള്ളിന്റെ മണ്ഡലം. ഈ പാലത്തിന്റെ അപ്പുറം ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചാല ടൗണ് ഫസ്റ്റ്, പിന്നെ പെരളശ്ശേരി. ധർമ്മടം. ഈ പാലത്തിന്റെ അപ്പുറം മുതൽ ധർമ്മടം മണ്ഡലമാണ്, പിണറായിന്റെ മണ്ഡലമാണ്. ശരി, ആ പാലത്തിന് അപ്പുറം ഇപ്പുറമായിട്ടല്ലേ? ഞാൻ തലശ്ശേരിക്കാരനാ. അപ്പോൾ എനിക്കിത് ചെറിയൊരു വീക്ക്നെസ്സാണ്. അധികമാളൊന്നും കാണൂല, എന്നാലും കുറച്ച് പേര് കാണും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ. ഞാനിത് ഇപ്പോൾ ഇങ്ങോട്ടും അധികം വരാറില്ല. അങ്ങനെ തലശ്ശേരിക്ക് പോയാൽ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു, എടാ കൊള്ളാലോ എന്നുള്ള. പക്ഷേ ഈ ലൈറ്റെല്ലാം ഇങ്ങനെ നിലനിർത്തിയാൽ മതിയായിരുന്നു അല്ലേ? മെയിൻ്റെനൻസ് ആണ് പ്രധാനം. ഉണ്ടാക്കി ഇട്ടിട്ട് കണ്ണൂരെല്ലാം കുറേ ഉണ്ട്, പിന്നീട് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. എനിവേ, ഗുഡ് ഈവനിങ്. ശരിയാ, നല്ലതാണല്ലേ? അതെ, അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ പൗരപ്രഭവന്മാരാണല്ലോ. അങ്ങനെയൊന്നുമില്ല. നല്ല രസമായിട്ട് യൂറോപ്പിലെല്ലാം ഫ്രാൻസിലെല്ലാം ഉള്ളതല്ല ഇതുപോലെ. ഫ്രാൻസിലെല്ലാം പറഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തി തന്നെയാണ് ഉള്ളത്. അതിന് കുറച്ച് കഴിയുമ്പോൾ എന്താവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഓരോരുത്തരും അതിന് പരിശ്രമിച്ചാൽ ആ വിജയം തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ എത്രയോ കോടി ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട്, സൗന്ദര്യവൽക്കരണം മറ്റേന്നൊക്കെ പറഞ്ഞു. മാറ്റങ്ങൾ ഉണ്ടാവും ഇനി ഭാവിയിൽ. ഇതെല്ലാം തുടക്കം. ഇതെല്ലാം മാറ്റങ്ങൾ തന്നെ. എവിടെയും ഇനി പിറകോട്ട് പോകാൻ കഴിയില്ല. ആർക്കും പിറകോട്ട് പോകാൻ കഴിയില്ല, മുന്നോട്ടേ പോകാൻ കഴിയില്ല. അപ്പോൾ അതാണ് അതിന് സംഭവിച്ചു കൊണ്ടേയിരിക്കുക. പേരെന്താ? എൻ്റെ പേര് പൂക്കണ്ടി ഭരതൻ. പൂക്കണ്ടി ഭരതൻ. ശരി എന്നാ. ശരി. അപ്പോൾ ഇതുപോലെ നാട്ടുകാർക്കെല്ലാം വന്ന് ഇരുന്ന് കാറ്റ് കൊള്ളാനും വൈകുന്നേരം, അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടത്. അവർ നന്നായി സംസാരിച്ചു. അപ്പോൾ പ്രശസ്തമായ ചാല ബൈപ്പാസ്, പിന്നെ പിണറായിൻ്റെ മണ്ഡലവും കണ്ണൂർ കോർപ്പറേഷനും അതിരിടുന്ന സ്ഥലം. അവിടെ ബൈപ്പാസ് അങ്ങോട്ടാണ് ഹൈവേ പോകുന്നത്, നാഷണൽ ഹൈവേ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഇങ്ങോട്ട് പോകുന്നത് സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ട്. പറയുന്ന കൂത്തുപറമ്പ്, പെരളശ്ശേരിയിൽ അമ്പലമുണ്ട്, AKG ഹോസ്പിറ്റലുണ്ട്, ഫേമസ് സ്ഥലങ്ങളാണ്.
അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം റിലാക്സ് ചെയ്യുന്ന കാണാം. കോഴിക്കോട് ഇങ്ങോട്ട് 83 കിലോമീറ്ററാണ്, കൊച്ചി 265, കണ്ണൂർ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ഇപ്പുറമാണ്. കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ കഴിയുമ്പോൾ താഴെ ചൊവ്വെന്നാണ് ഈ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മംഗലാപുരം 152 അങ്ങോട്ട് മുംബൈ. ചാല വൈബ്സ് അറ്റ് ചാല ജംഗ്ഷൻ. ഈ ചാല ബൈപ്പാസ് വന്നിട്ട് തന്നെ അധികം വർഷങ്ങളായില്ല. ചാല ബൈപ്പാസിലാണ് പ്രശസ്തമായ മിംസ് ഹോസ്പിറ്റലും കോഴിക്കോട് ബേബി മെമ്മോറിയലിൻ്റെ ബ്രാഞ്ചായിട്ടുള്ള ഈ അടുത്ത് തുടങ്ങിയ മോഹൻലാലിന് ചേർന്നുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കണ്ണൂരുകാർ. താങ്ക്സ് ഫോർ വാച്ചിങ്.